സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റത്തിൽ ഒരു പ്രോബ്ലമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആദ്യമായി നമുക്ക് ഈ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഒരു 4 വയറുള്ള 3 ഫേസ് സിസ്റ്റമാണ്. 2 ഫേസിലൂടെ ഒന്നിലൂടെ 10ഉം ഒന്നിലൂടെ 6 ആംപിയറും. ലാഗിങ് പവർ ഫാക്ടറാണ് 0.8ഉം 0.6ഉം റെസ്പെക്റ്റീവ്ലി. 10 ആംപിയർ പോകുന്നിടത്ത് 0.8 ആണ്, 6 ആംപിയർ പോകുന്നിടത്ത് 0.6 ആണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ഫേസിന് എന്ത് സംഭവിച്ചിരിക്കുന്നു? അത് ഓപ്പൺ ആണ്. അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് കറണ്ട് ഇൻ ദ ന്യൂട്രൽ. സാധാരണ ബാലൻസ് ലോഡ് ആവുമ്പോൾ ന്യൂട്രലിലൂടെ പോകുന്ന കറണ്ട് 0 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 3 കറണ്ടും കൂടി കൂട്ടുകയാണെങ്കിൽ 0 ആകും എന്നർത്ഥം. സോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതായത് തന്ന കാര്യങ്ങളൊക്കെ എഴുതി. ആംഗിൾ എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് 0.8 ആണ്. അപ്പോൾ 36.5. കോസ് ഇൻവേഴ്സ് 0.6 ആണെങ്കിൽ 53.3 ഡിഗ്രിയുമാണ്. ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മളതിന് പേരിട്ടിരിക്കുന്നത് ആർ എന്നും ആർ ഫേസ് എന്നും റെഡ് കളറുള്ള ഫേസ് എന്നും വൈറ്റ് കളറുള്ള വയർ ഉപയോഗിക്കുന്ന ഫേസ് എന്നുമാണ്. മൂന്നാമത്തത് ഓപ്പൺ ആണ്, അതിലൂടെ കറണ്ട് പോകുന്നില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ പോളാർ ഫോമിലുള്ള സാധനം 10 ആംഗിൾ മൈനസ് 36.5 ഡിഗ്രി എന്നുള്ളതിനെ റെക്റ്റാങ്കുലർ ഫോമിലേക്ക് മാറ്റുന്നു, കൂട്ടാൻ എളുപ്പത്തിനാണ്. 10 കോസ് മൈനസ് 36.5 പ്ലസ് ജെ 10 സൈൻ 36 മൈനസ് 36.5 എന്ന് പറയുമ്പോൾ ഓരോന്നും കാൽക്കുലേറ്റർ ചെയ്താൽ 8 മൈനസ് ജെ 6 എന്നാണ്. ഇതേപോലെ വൈയും കണ്ടുപിടിക്കുന്നു. പക്ഷേ വൈ കണ്ടുപിടിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ -120 പ്ലസ് 53.6 എന്നെടുക്കണം. കാരണം വോൾട്ടേജ് എന്ന് പറയുന്നത് ആണ് 120 ഡിഗ്രി. 120 ഡിഗ്രിയിൽ നിന്നാണ് കറണ്ടിന് എന്ത് സംഭവിച്ചിരിക്കുന്നത്? വീണ്ടും ലാഗ് ഉണ്ടായിരിക്കുന്നത്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ VR ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫേസർ ഡയഗ്രം ഒന്നുകൂടി നോക്കാം. ഫേസർ ഡയഗ്രം ഒന്ന് വരച്ച് നോക്കാം. ഫേസർ ഡയഗ്രത്തിൽ ഒരാളെ റെഫറൻസ് ആയിട്ട് എടുക്കണം. അപ്പം വെർട്ടിക്കൽ ലൈൻ നിങ്ങളിങ്ങനെ ഈ മൗസ് പോണ രീതിയിൽ വരക്കുന്നതാണ് VR എന്ന് പറയുന്നത്. അതിന് ഞാൻ 0 ആംഗിൾ ആയിട്ട് എടുത്തു. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് 120 ഡിഗ്രി അകലത്തിലാണ് VY വരയ്ക്കുന്നത്. ഇപ്പുറത്തോട്ട് 120 ഡിഗ്രി അകലത്തിലാണ് എന്ത് വരയ്ക്കുന്നത്? VB വരയ്ക്കുന്നത്. അപ്പോൾ VRൽ നിന്നാണ് IR എന്ന് പറയുന്നത് ലാഗ് ആവുന്നത് 0.8 പവർ ഫാക്ടറിൽ. ആ ഫേസിൽ മാത്രമാണ് ആ ആംഗിൾ നിലവിലുള്ളത്. ഇത് മനസ്സിലാക്കാനാണ് ഈ പ്രോബ്ലം നമുക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ആംഗിൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ട എവിടെ നിന്നാണ്? VRൽ നിന്നാണ് IRലേക്ക് 36.5 ഡിഗ്രി എടുക്കുന്നത്. അതേസമയം IY എന്ന് പറയുന്നത് അല്ലെങ്കിൽ കറണ്ട് ത്രൂ Y ഫേസ് എന്ന് പറയുന്നത് IYൽ നിന്നാണ് 53.6 മാർക്ക് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഇവിടേക്ക് നമ്മൾ -120 എടുത്താൽ -120ഉം ഇങ്ങോട്ടുള്ള ആംഗിൾ, അതായത് VR എന്ന് പറയുന്ന ഒറ്റ റെഫറൻസിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 ആംഗിൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് -173.6 എടുക്കേണ്ടി വരുന്നത്. 6 കോസ് എന്തുകൊണ്ട് -173.6 എടുത്തു, അല്ലാതെ വെറും 53.6 എടുത്തില്ല എന്ന് ചോദിച്ചാൽ 120 കഴിഞ്ഞിട്ടാണ് വീണ്ടും 53.6. ആരാണ് നമ്മുടെ റെഫറൻസ്? VR ആണ്. VRൽ നിന്ന് തന്നെ വേണം ആംഗിൾ എവിടേക്കുള്ളത്? IRലേക്കുള്ളതും IYലേക്കുള്ളതും കണ്ടെത്താൻ. ഇതറിയണമെന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ബാക്കിയെല്ലാം സാധാരണ പോലെ. 6 കോസ് -173.6 എന്ന് പറഞ്ഞാൽ -6. 6 സൈൻ -173.6 എന്ന് പറഞ്ഞാൽ 0.72. ഇനി നമുക്കറിയാം രണ്ട് കറണ്ടും ന്യൂട്രലിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ 2 കറണ്ടിൻ്റെയും സമ്മാണ്. ടോട്ടൽ കറണ്ടിൻ്റെ തുകയാണ് 0 എന്ന് പറയുന്നത്. ഇവിടെ 2 കറണ്ടേ ഉള്ളൂ. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 8 പ്ലസ് -6 ആണ്. അപ്പം -2 വരും. ജെ എന്ന് പറയുന്ന ടേം 6.72 ആണ്. ഈ ടേമിൽ നിർത്തിയോണ്ട് കാര്യമില്ല. അതിന് നമ്മൾ പോളാർ ഫോമിലേക്ക് മാറ്റുന്നു. അപ്പോഴേ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടുള്ളൂ. √2² പ്ലസ് 6.72 7 ആംപിയർ ആണ് കിട്ടുക. ആംഗിൾ എന്ന് പറയുന്നത് -73.2 ആംപിയർ ആണ് ന്യൂട്രലിലൂടെ പോകുന്നത്.
താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.